ബബ്ബബ്ബ. ഇന്നിപ്പോൾ 18-ാം തീയതി രാത്രി 10 മണിയുടെ ഷോയാണ് കണ്ടത്. ആലക്കോട് ഫിലിം സിറ്റിയിൽ വെച്ചായിരുന്നു സിനിമ കണ്ടത്. ഇത് ആ പടത്തിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന പോലെ ഫുൾ ഓഫ് മാഡ്നസ്, ഒരു വട്ട് പടമാണ് ഈ പടം. അപ്പോൾ ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട. ഈ പടത്തിനെ കുറിച്ച് പറയുന്നു, എല്ലാവർക്കും ഈ പടം കണക്റ്റ് ആവണമെന്നില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല പടത്തിൻ്റെ റെഫറൻസ് വരുന്നുണ്ട്. 90 കിഡ്സ് ആയിട്ടുള്ള നമുക്ക് എല്ലാ പടങ്ങളും കണ്ടു പോകുന്നവരാണെങ്കിൽ നമുക്ക് കുറേ സംഭവങ്ങൾ, ഡയലോഗ്, പിന്നെ കൂടുതൽ ഈ മീംസ്, ട്രോൾസ് ഇങ്ങനെയൊക്കെ കണ്ട് പരിചയമുള്ള ടീംസിനാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്ക് കുറേ സംഭവങ്ങൾ കണക്ട് ചെയ്യുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന ചിലപ്പോൾ ഒരു 50+ ആൾക്കാർക്ക്, എപ്പോഴും സിനിമ കാണാത്തവർക്ക് അത് കണക്റ്റ് ആവണമെന്നില്ല. അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രോളും മീംസും കണ്ട് നമുക്ക് കുറേ ക്യാരക്ടറും കുറേ ഡയലോഗും, ഇപ്പോൾ ദേവ്ജീൻ്റെ അത് പിന്നെ പറയാം എന്ന് പറയുന്ന ഡയലോഗൊക്കെ അത് വേറൊരാൾക്ക് അത് കണ്ട് ശീലമുള്ളവർക്ക് ആ സംഭവം ട്രോളായിട്ടും മീമായിട്ടും കണ്ട ശീലമുള്ളവർക്ക് മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതൊരു ഫുൾ ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്, ഫുൾ ഓഫ് ഭ്രാന്ത് പടമാണ്. ഇതിനകത്ത് ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു കഥയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ മേക്കിങ്ങും പരിപാടിയെല്ലാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വന്നു പോകുന്ന കഥാപാത്രങ്ങളും എല്ലാം ഒരു ഭ്രാന്തമായ കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ 2 എഴുത്തുകാരാണ് പുതിയവർ. അവരുടെ എഴുത്ത് നോക്കുമ്പോൾ കഥയൊന്നും വലിയൊരു കഥയോ അങ്ങനെ ഒരു സംഭവം ഒന്നുമുള്ളതല്ല. നല്ല ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, കുറച്ച് നേരം ചിരിക്കണമെങ്കിൽ തന്നെ ഞാൻ പറയുന്ന പോലെ ഈ പടം കണ്ടിട്ട് ചിരിക്കണമെങ്കിൽ നിങ്ങൾ ട്രോള് സിനിമയെ ഫോളോ ചെയ്യുന്ന സിനിമകളുടെ ഡയലോഗുകൾ ഫോളോ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ട്രോളുകളോ അല്ലെങ്കിൽ ചില ന്യൂസിൽ വന്നിട്ടുള്ള സംഭവങ്ങളോ എല്ലാം കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് രാഷ്ട്രീയത്തിലെ സംഭവങ്ങളും എല്ലാം ഇട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ദിലീപ് കുറേ നാൾക്ക് ശേഷം കാണാൻ പറ്റിയ ഒരു രീതിയിൽ എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ക്യാരക്ടറും പുള്ളിയുടെ ഒരു ആക്ടിങ് ഇതും കുറച്ച് നാൾക്ക് ശേഷം ഒരു പ്രിൻസ് ആൻഡ് ഫാമിലിയിലും അത്ര കുഴപ്പമില്ലായിരുന്നു. അതിന് മുന്നേ ഉള്ള പവി കെയർ ടേക്കറൊന്നും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പടം പുള്ളി അടിച്ച് പൊളിച്ചുകൊണ്ട് പുള്ളിയുടെ ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രോവിന് ശേഷമാണ് മോഹൻലാലിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ചെയ്ത ഒരു ക്യാരക്ടർ പോലെ തോന്നിയില്ലെങ്കിലും പുള്ളിക്ക് വേണ്ടി കുറേ സംഭവങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് മീശ വീതി, മുണ്ടുമടക്കി കുത്തൽ, വിജയുടെ റെഫറൻസ്, കുറേ പടങ്ങളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ വരുമ്പം അത് പടങ്ങൾ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ റെഫറൻസ് എല്ലാം കണക്ട് ചെയ്യുകയും അതിൽ കൈയടിക്കാൻ തോന്നുകയും അങ്ങനെ എല്ലാവർക്കും, അതാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പടം കാണുക, പടം കണ്ടിട്ട് ഓരോരുത്തരുടെ ഇതാണ് ഫസ്റ്റ് എന്തായാലും 1 ടൈം വാച്ചബിളാണ്. പിന്നെയും കൂട്ടുകാരുടെ അടുത്ത് ഒന്നും കൂടെ ആ ട്രോളിൻ്റെ ഒരു മീമിൻ്റെ രീതിയിൽ നമ്മൾ കാണാൻ പറ്റിയ ഫസ്റ്റ് ഇൻ്റർവെൽ വരെ വീണ്ടും കാണാൻ എനിക്ക് തോന്നുന്നു. ഇൻ്റർവെല്ലിന് ശേഷം എനിക്ക് അത്ര ഒരു കണക്റ്റഡ് വന്നില്ല. മോഹൻലാൽ വന്നതിന് ശേഷമായാലും സ്റ്റോറിയുടെ പോക്കും അത്ര ഒരു പേഴ്സണലി എനിക്ക് അത്ര സുഖം തോന്നിയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ കുറേ അയ്യരുകളിയാണ്. കുറേ റെഫറൻസുകൾ വെച്ചിട്ടുള്ള അയ്യരുകളികൾ എന്തായാലും ഫുൾ ഓഫ് സിനിമയിൽ ഉണ്ട്. റിയൽ ലൈഫ് ഡയലോഗ് എല്ലാം വെച്ചിട്ടും ഇതിൽ നമ്മൾ പല സംഭവങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഇൻ്റർവ്യൂ സംഭവങ്ങൾ, ഇതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ധ്യാൻ്റെ ഇൻ്റർവ്യൂ കാണാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത് കണക്ട് ചെയ്യണമെന്നില്ല. കാരണം ധ്യാൻ്റെ ഇൻ്റർവ്യൂ കണ്ടവർക്ക് മാത്രമേ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അത് ഇതിനകത്ത് വന്ന ഒരു പർട്ടിക്കുലർ സീനിലെല്ലാം ഡയലോഗുണ്ട്. അതിനകത്ത് വിനീതിനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ വരുമ്പം ബാക്കിയുള്ളവരെല്ലാം ചിരിക്കുമ്പോൾ
ഇത് കാണാത്ത ഒരാൾക്ക് അത് ചിലപ്പോൾ കണ്ടാവണമെന്നില്ല. അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു സംഭവം. കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് കണ്ടാവണമെന്നില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ടോട്ടലായിട്ട് റിവ്യൂ ആയിട്ട് പറയാനായിട്ട് എടുത്ത ഇത് അതല്ല, ജസ്റ്റ് ഒരു പറയണമെന്ന് തോന്നി അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ പറയുവാണെങ്കിൽ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ പടത്തിനെ കുറച്ചുകൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോങ്സ് ഒന്നും എനിക്ക് അത്ര മാത്രം കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ അഴിഞ്ഞാട്ടം സോങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആ പാട്ട് ആദ്യം റിലീസ് ചെയ്ത സമയത്ത് കേൾക്കുമ്പോൾ എനിക്കത്ര സുഖം തോന്നിയില്ലെങ്കിലും ഈ പടത്തിലോട്ട് വന്നപ്പം ഒരു അന്ധമായ കഥാപാത്രങ്ങൾ ഉള്ളത് കൊണ്ടും ഈ പാട്ട് വരുന്ന വന്നു കൊണ്ടുവച്ചിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ, ആ സീൻസിലോട്ട് വന്ന ആ പാട്ടിലോട്ട് വരുന്ന ഒരു ഭാഗം, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് കണക്റ്റഡ് ആയിട്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2 പാട്ടും കൂടെ അതിനകത്ത് ഉണ്ട്. പക്ഷേ പാട്ട് അത്ര സുഖമായിട്ട് എനിക്ക് കണക്റ്റഡായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ സി ജി വട്ടർ ഫ്ലോപ്പ് എന്ന രീതിയിൽ തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് അത് ചെയ്യാമായിരുന്നു സി ജി ഒക്കെ. ധനഞ്ജയ് എൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവി ആണെങ്കിലും ആ സംഭവം ചെയ്യുമ്പോഴത് കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഓവറോൾ ഒരു നല്ല ഒരു ഈ സീസണിൽ ഫുൾ ഓഫ് എൻ്റർടൈനറായിട്ട് കാണാൻ പറ്റുക എന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നി. അത് എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കാം. ചിലപ്പോൾ ഒട്ടും കണക്റ്റഡ് ആവാത്തവരുണ്ടായിരിക്കാം, നല്ല രീതിയിൽ അത് കണക്ട് ചെയ്ത് ആഘോഷമാക്കുന്നവരുണ്ടായിരിക്കാം. എനിക്കിത് ഒരു ആവറേജിൻ്റെ തൊട്ട് മുകളിലായിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ആ രീതിയിലാണ് വന്നത്. എന്തായാലും കാണേണ്ടവരെല്ലാവരും പോയി കാണുക, അഭിപ്രായം പറയുക. ഞാൻ എല്ലാ പടവും കാണുന്ന ഒരാളല്ല, എങ്കിലും എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നുന്ന പടങ്ങളെല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന പടങ്ങളിലെല്ലാം ഇതുപോലെയുള്ള എൻ്റെയുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെ വീഡിയോ ചെയ്തിടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണക്റ്റായോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.